ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ. അതിന്റെ തൊട്ടടുത്ത ക്ലാസ്സിൽ ഞാൻ അതിനുള്ള വിശദീകരണം തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് ഫ്രാക്ഷൻ അഡീഷൻ ഓഫ് ഫ്രാക്ഷൻ തന്നെയാണ് ഇന്ന്. അതിന്റെ വേറൊരു മറ്റൊരു രീതിയിൽ അഡീഷൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞുതരാം. അതായത് ഇവിടെ രണ്ട് ഭിന്നസംഖ്യകൾ എഴുതിയിട്ടുണ്ട്. 1/2, 2/3, 1/2, 2/3. ഈ രണ്ട് സംഖ്യകൾ നമുക്ക് പ്ലസ് ചെയ്യണമെങ്കിൽ, ആഡ് ചെയ്യണമെങ്കിൽ ഇതിനുള്ള ഒരു ഈസി മെത്തേഡ് എന്താന്ന് വിചാരിച്ചാൽ ഇതിന്റെ ഡിനോമിനേറ്റേഴ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ഇവിടെ 2ആണ്. ഇവിടുത്തെ ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 2ആണ്. സെക്കൻഡ് നമ്പറിന്റെ ഡിനോമിനേറ്റർ 3ആണ് അല്ലെ. അപ്പൊ അതിന് രണ്ടിനും പൊതു ഘടകങ്ങളൊന്നുമില്ല, കോമൺ ഫാക്ടേഴ്സ് ഇല്ല. രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ്, അഭാജ്യസംഖ്യകളാണ് അല്ലെ. അപ്പോ അങ്ങനെയുള്ള സംഖ്യകൾ വരുമ്പോൾ നമുക്കൊരു കുറച്ചും കൂടെ എളുപ്പത്തിൽ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്റർ 1ഉം സെക്കൻഡ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്റർ 3ഉമാണ്. ആ രണ്ട് സംഖ്യകളെയും ഇങ്ങനെ എടുക്കുക. അതേപോലെ സെക്കൻഡ് ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററും ഫസ്റ്റ് ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററും ചേർത്തിട്ട് ഇങ്ങനെയും വരയ്ക്കുക. ഓക്കെ, ഇത് രണ്ടും നമുക്ക് പ്ലസ് ചെയ്യാണ് വേണ്ടത്. ഇനി ഈ രണ്ട് നമ്മളിവിടെ വരച്ചു വെച്ചില്ലേ, ആ രണ്ട് സംഖ്യകൾ കൂടെ ഇൻറ്റു ചെയ്ത് ഇവിടെ എഴുതാം 1 × 3. അതേപോലെ 2 × 2 4. ഇനി ഇവിടെയുള്ള സൈൻ എന്താണോ അത് തന്നെ പ്ലസ്. ചിലപ്പോൾ ഫ്രാക്ഷൻ മൈനസ് ചെയ്യുമ്പോഴും ഈ രീതി നമുക്ക് ഉപയോഗപ്പെടുത്താം. താഴെ 2, 3 അല്ലേ ഉള്ളത്, ആ രണ്ട് നമ്പേഴ്സും ഇൻറ്റു ചെയ്യാം. അപ്പൊ 2 × 3 എത്ര കിട്ടും? 6 എന്ന് കിട്ടും അല്ലെ. ഇനി നമുക്ക് ഇവിടെ എഴുതിയിരിക്കുന്ന നമ്പേഴ്സ് 3 + 4 എത്ര കിട്ടുക? = 3 + 4 = 7/6. ഇതാണ് ഇതിന്റെ ആൻസർ. ഈസി അല്ലേ? കുറച്ചും കൂടി നമ്മൾ ഇന്നലെ പറഞ്ഞ ക്വസ്റ്റ്യന്റെ പ്രശ്നം വ്യത്യാസം എന്താന്ന് വിചാരിച്ചാല്, ഇന്നലത്തെ ക്വസ്റ്റ്യനിൽ ഛേദത്തിലുള്ള സംഖ്യകൾക്ക് പൊതു ഘടകം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അവിടെ LCM കണ്ടിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. ഇവിടെ ആകുമ്പോൾ LCM കണ്ടിട്ടും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണോ ഈസി ആവുന്നത്. ചില കുട്ടികൾക്ക് ഇത് ഈസി ആയിട്ട് വരുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു മെത്തേഡിന്റെ പേരുണ്ട്. എന്താ പറയുക നിങ്ങൾക്ക്? ബട്ടർഫ്ലൈ മെത്തേഡ് എന്നാണ് പറയാ. കാരണം ഇങ്ങനെ നമ്മൾ വരക്കുമ്പോൾ ഇതൊരു ബട്ടർഫ്ലൈ പോലെ ഉണ്ടല്ലോ, അതുകൊണ്ട് ബട്ടർഫ്ലൈ മെത്തേഡ് എന്ന് പറയും. ഓക്കെ, മെത്തേഡ്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ശരി, നമുക്കിന് അടുത്ത നമുക്ക് ക്വസ്റ്റ്യന്റെ ഭാഗമായിട്ട് ചിലപ്പോ മിക്സഡ് നമ്പേഴ്സ് പ്ലസ് ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ എങ്ങനെയാണ് ചെയ്യുക? മിക്സഡ് നമ്പർ പ്ലസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇംപ്രോപ്പർ ഫ്രാക്ഷന്റെ മറ്റൊരു ഫോമാണ് മിക്സഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. അതായത് എല്ലാ ഇംപ്രോപ്പർ ഫ്രാക്ഷനെയും നമുക്ക് മിക്സഡ് നമ്പർ ഫോമിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച മിക്സഡ് നമ്പർ അല്ലെങ്കിൽ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഏതൊക്കെയാ ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? ഒന്ന് 3/2 അല്ലെ. ഈ 3/2 എന്നതിന്റെ മിക്സഡ് നമ്പർ ഫോം എന്താ? 1.5 1.5 അല്ലെ. 3/2ന്റെ മിക്സഡ് നമ്പർ ഫോം 1.5 അതേപോലെ മറ്റൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ് 5/3. ഇതിന്റെ മിക്സഡ് നമ്പർ ഫോം എന്താണ്? എങ്ങനെയാ നമ്മൾ എഴുതുക? 5ൽ എത്ര 3 ഉണ്ട്? എത്ര 3 നമുക്ക് എടുക്കാൻ പറ്റും? 1 അല്ലെ. അവിടെ 3 കഴിച്ചിട്ട് ബാക്കി 5ൽ എത്രയുണ്ട്? 2. അപ്പൊ 2/3. 1 2/3 ആണ് 5/3 എന്നതിന്റെ മിക്സഡ് നമ്പർ ഫോം. ഇനി നമുക്ക് ഇതിന്റെ സമ്മ് കാണണം. എങ്ങനെയാണ് ചെയ്യാം? 1 1/2 + 1 2/3 ഇതിന്റെ സമ്മ്. അപ്പൊ ഇതിനെ നമുക്കറിയാം, ഇതിലത്തെ 1 എന്ന് പറയുന്നത് പൂർണ്ണസംഖ്യാ ഭാഗമാണ്, ഹോൾ നമ്പർ പാർട്ടാണ്. അതുപോലെ രണ്ടാമത്തെ ഫ്രാക്ഷന്റെയും 1 എന്ന് പറയുന്നത് ഹോൾ നമ്പർ പാർട്ടാണ്. അപ്പൊ അത് രണ്ടും ആദ്യം പ്ലസ് ചെയ്യാം. 1 + 1 2. ബാക്കിയുള്ളത് 1/2 + 2/3. 2 + 1/2 +
2/3. ഇനി നമുക്കറിയാം ഇത് രണ്ടും പ്ലസ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഇപ്പൊ നമ്മൾ പഠിച്ച ബട്ടർഫ്ലൈ മെത്തേഡ് ഇവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2 പ്ലസ് ഇപ്പൊ നമ്മൾ പഠിച്ചില്ലേ, എന്താ കിട്ടിയേ? 2 × 2 4, 1 × 3 3, അപ്പൊ 7/6 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പൊ 2 + 7/6 എന്ന് പറഞ്ഞാല് ഈ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഈ പ്ലസ് അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് നമുക്ക് അടുപ്പിച്ച് എഴുതിയാൽ തന്നെ അത് എന്തായി? മിക്സഡ് നമ്പർ ആയി. 2 7/6 ആണ്. 1 1/2, 1 2/3 പ്ലസ് ചെയ്താല് കിട്ടലും. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നമ്മൾ ഇന്ന് പഠിച്ചതിന്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ താഴെ എഴുതരാം. അത് നിങ്ങൾ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ അതിന്റെ ആൻസർ ഇട്ട് തരണം കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്തിട്ട് തൊട്ടടുത്ത ക്ലാസ് തുടങ്ങുകയും ചെയ്യാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചതുപോലെയുള്ള ഫ്രാക്ഷൻസ്, അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്, മിക്സഡ് നമ്പേഴ്സിന്റെയും സമ്മ്, ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ, ഒരു 8 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആൻസേഴ്സ് നിങ്ങൾ കണ്ടുപിടിച്ച് വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതും കൂടി പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പൊതുവെ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണേ. അപ്പൊ എന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്താണ് എന്നറിയില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും പാഠഭാഗം വേണമെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറഞ്ഞാല് അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ ക്ലാസ് എടുത്ത് അപ്ലോഡ് ചെയ്യാം. പിന്നെ 9ലെയും 8ലെയും കുട്ടികൾ, ചില കുട്ടികൾ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. 10ലെയും 8, 9, 10 3 ക്ലാസ്സിലെയും കുട്ടികൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ക്ലാസ്സുകൾ എടുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ബേസിക് ക്ലാസ് കഴിഞ്ഞ ഉടനെ, നമുക്കിത് ഓരോ പാഠഭാഗം പഠിക്കണമെങ്കിൽ ഇത് അത്യാവശ്യം ആയതുകൊണ്ടാണ് ഇപ്പം ഇത് പെട്ടെന്ന് എടുക്കാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ എത്രയും പെട്ടെന്ന് ഇത് തീർത്തിട്ട് നാളെയോ മറ്റന്നാളോ ആയിട്ട് തീരുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ ഉടനെ നമുക്ക് പാഠഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പിന്നെ ക്ലാസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തട്ടെ. ഓക്കെ, ബൈ.